നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഒരു CRPFന്റെ ക്യാമ്പിലാണ്. അങ്ങനെ രാവിലെ എണീച്ചൊന്ന് ഫ്രഷായി നമ്മുടെ സൈക്കിളൊക്കെ സെറ്റ് ചെയ്ത് പയ്യെ ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവന്ന് ആലു പൊറോട്ട ഉണ്ടായിരുന്നു, ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ പയ്യെ അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പോണ റൂട്ട് എന്നൊക്കെ പറയുന്നത് അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കോടയുണ്ട്, കാരണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴത്തേക്കും ഒരു വ്യൂ പോയിന്റ് കിട്ടി. ഞാൻ നമ്മുടെ സൈക്കിളിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. പിന്നെ കുറേ ടാങ്ക് ലോറികൾ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ മലയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ പയ്യെ പോയിട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് പിള്ളേരെ കണ്ടുപിട്ടി, അവർ സ്കൂളിൽ പോകണ വയ്ക്കാണ്ടോ, ഓട്ടോക്കാണ് പോണത്. അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. റോഡ് ഭയങ്കര ഷോക്കാണ്. പിന്നെ നൊനെ എത്തിയപ്പോൾ പിന്നെയും കുഴപ്പമില്ലാന്ന് കേട്ടോ. അതിന് വേറെ പിള്ളേരെ കണ്ടുപിട്ടി, അവർ വേറെ സ്കൂളിലാണ്ടോ പഠിക്കണം. അവർ നമ്മളെ പുറയിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അത് ഇനി പോണ റൂട്ട് വീണ്ടും സീനായി പോട്ടെ. ഏകദേശം ഒരുപാട് ദൂരം ഈ ഒരു റോഡ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഷോക്കാണ്. നമ്മൾ പിന്നെ റെയിൻകോട്ടിൻ്റെ പാൻറ് ഇട്ടുകൊണ്ട് ഭാഗ്യത്തിന് ഫുള്ള് ചെളിയായില്ല. അങ്ങനെ നമ്മൾ വന്നോയ്ക്ക് കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടി. അവരോടൊക്കെ യാത്ര തന്നെ ഇറങ്ങിയപ്പോൾ വീണ്ടും കുറേ ആൾക്കാരെ കണ്ടുപിട്ടിട്ട് അവർ കുറേ സാധനങ്ങളൊക്കെ തന്ന് പാവങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ സൈക്കിളും തള്ളിക്കൊണ്ട് നേരെ പോയത് അർജുനൻ സാറിൻ്റെയൊക്കെ ക്യാമ്പിലാണ് കേട്ടോ. ഞങ്ങൾ വന്നോയ്ക്ക് പരിചയപ്പെട്ടാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ പുള്ളീനെ വിളിച്ചേട്ടാ. പുള്ളി നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടി കൊണ്ടുപോകണേട്ടാ. ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്, അതെല്ലാം പുള്ളി സെറ്റായി കൊണ്ടുവന്നിട്ടാ പാവം. അതുപോലെ ഈ റെഡിയാക്കി തന്നേക്കുന്ന റൂമിൽ അവരുടെ ഒരു മെയിൻ ഓഫീസർ താമസിച്ച റൂം പറഞ്ഞിട്ട്